നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏതാനും മിനിറ്റ് മുമ്പ് വരെ യുദ്ധക്കളമായിരുന്ന തലസ്ഥാനത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് സമീപമാണ് ഇന്ന് സ്പോട്ട് ലൈവ്. കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധത്തിനാണ് തലസ്ഥാനം വേദിയായത്. കഴിഞ്ഞ 3 ദിവസമായി യൂത്ത് കോൺഗ്രസ്, KSU, ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ ഒന്നടങ്കം ഇന്നത്തെ സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിന് നേരെയായിരുന്നു പോലീസിന്റെ ടിയർ ഗ്യാസ് പ്രയോഗവും ജലപീരങ്കിയുമൊക്കെ. അക്ഷരാർത്ഥ തലസ്ഥാനം യുദ്ധക്കളമായി മാറി. നമുക്ക് ആദ്യം അതിൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ദൃശ്യങ്ങൾ. നമുക്കറിയാം, കുറേ നാളുകളായി തലസ്ഥാനത്ത് ഇത്തരമൊരു സമരം തുടർച്ചയായ ദിവസം ഉണ്ടായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ നവകേരള സദസ്സിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സ് തലസ്ഥാനത്ത് പ്രവേശിച്ച ശേഷം വലിയ പ്രക്ഷോഭമാണ് കോൺഗ്രസിൻ്റെയും അതിൻ്റെ പോഷക സംഘടനയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇന്ന് തന്നെ വളരെ രൂക്ഷമായ സമരമായിരുന്നു. പോലീസ് നടപടി ആ രീതിയിൽ ഇപ്പോഴും ഇവിടെ നമുക്ക് ഒരു ടിയർ ഗ്യാസ് ഷെല്ലിൻ്റെ ബാക്കിയാണ്. പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള നേതാക്കൾ സദസ്സിലുണ്ടായിരുന്നപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഈ ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടി സമരം നിശ്ചിതമായ പോലീസിന്റെ നടപടി ആരംഭിക്കുന്നത് പ്രതിപക്ഷ VD സതീശൻ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോഴാണ്. നിരവധി നേതാക്കൾക്ക് പരിക്കുപറ്റി, നിരവധി പ്രവർത്തകർക്ക് പരിക്കുപറ്റി, മാധ്യമപ്രവർത്തകർക്ക് നിരവധി പേർക്ക് പരിക്കുപറ്റി. നിരവധി ക്യാമറകൾ ഈ പോലീസ് ജലപീരങ്കി പ്രയോഗത്തിലും പ്രവർത്തകരുടെ കല്ലേറിലും തകർന്നു. വലിയ പ്രക്ഷോഭമാണ് തിരുവനന്തപുരം ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനം സാക്ഷി. അതിനോടൊപ്പം ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ കുര്യനും ഇവിടെ ഈ സമരം റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഡാൻ, എങ്ങനെയായിരുന്നു ഈ സമരം, എങ്ങനെയാണ് ഈ പ്രക്ഷോഭത്തിലേക്ക്, ഒരു അക്രമ സമരത്തിലേക്ക് മാറിയത്? കഴിഞ്ഞ 2 ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും അതിന് തൊട്ട് പിന്നാലെ KSUവിന്റെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പോലീസ് ആസ്ഥാനത്തിന് മുമ്പിലേക്ക് മാർച്ച് നടന്നിരുന്നു. ആ മാർച്ചിലും ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ദൃശ്യങ്ങൾ, അതായത് അരുൺ ഇപ്പോൾ കാണിച്ച ഈ ടിയർ ഗ്യാസ്, മറ്റ് സ്ഥലത്ത് പോലീസിന്റെ ബാരിക്കേഡ്, അതിന് തൊട്ട് മുമ്പിലായി ഈ തടിക്കഷ്ണങ്ങൾ, ഇവിടെ ചിതറിക്കിടക്കുന്ന കല്ലുകൾ, അതോടൊപ്പം തന്നെ അവിടങ്ങളിൽ കിടക്കുന്ന വലിയ വടികൾ, ഇതെല്ലാം പോലീസിന് നേരെ പ്രതിഷേധക്കാർ എറിഞ്ഞ വസ്തുക്കളാണ്. അങ്ങനെ അത്തരത്തിൽ പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആദ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ അത്തരത്തിൽ ജലപീരങ്കി കൊണ്ടും കാര്യമുണ്ടായില്ല. KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സദസ്സിനെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വേദിക്ക് തൊട്ടു പിന്നിലായി ബാരിക്കേഡിനും വേദിക്കും ഇടയിൽ നിന്നുകൊണ്ട് ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസിന് നേരെ വലിയ തരത്തിൽ കല്ലെറിയുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയതും ആ തരത്തിൽ നാടകീയമായി ഉണ്ടായ സംഭവങ്ങളാണ് പിന്നീട് കടുത്ത നടപടികളിലേക്ക് ഏതാണ്ട് 18ഓളം ടിയർ ഗ്യാസുകൾ പോലീസ് ഇന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് തന്നെയാണ് ഡാൻ സൂചിപ്പിച്ച പോലെ ഇവിടെ ഈ നേതാക്കൾ പ്രസംഗിക്കാൻ പ്രത്യേക സ്റ്റേജ്, ഒരു ലോറിയിൽ, മിനി ലോറിയിൽ സ്റ്റേജ് തയ്യാറാക്കിയിരുന്നു. ആ സ്റ്റേജിനും ബാരിക്കേഡിനും, പിന്നിൽ കാണുന്ന ബാരിക്കേഡിനും മധ്യഭാഗത്തായി ഒരു വിഭാഗം പ്രവർത്തകർ നിലയുറപ്പിച്ചു. അവരാണ് ഈ നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് നേരെ കല്ലേറ് തുടങ്ങിയത്. ആ കല്ലേറിനെ തുടർന്നാണ് നടപടി ഉണ്ടായത്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ പോലെ MP-മാർ ഉൾപ്പെടുന്ന നേതാക്കളുള്ളപ്പോൾ ഇതിന് പോലീസ് നടപടിയുണ്ടായത് അസാധാരണം തന്നെയാണ്. പക്ഷേ അതിലേക്ക് നയിച്ചത് പ്രവർത്തകർ ഈ നേതാക്കളുള്ളപ്പോൾ തന്നെ ഈ കല്ലേറിലേക്ക് പോയതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പല നേതാക്കൾക്കും ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട്. KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവിച്ചവരാണ്. MLA-മാർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രി ചികിത്സ നേടി. നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. ഒരു കാലത്തും സീനിയർ നേതാക്കന്മാർ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊരു പ്രയോഗം ഒരു ഗവൺമെന്റും ഒരു പോലീസും നടത്താറില്ല. ഞങ്ങളവിടെ പ്രകോപിച്ചിട്ടില്ല, ഞങ്ങളടുത്ത് കല്ലെറിഞ്ഞിട്ടില്ല, ഞങ്ങൾ പ്രക്ഷോഭം ചെയ്തിട്ടില്ല. സംസാരിച്ചു, എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ നിന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്തിനു ചെയ്തു എന്നുള്ളത് മറുപടി അവർ പറയണം. സാധാരണഗതിയിൽ പ്രധാന നേതാക്കൾ മാറിയ ശേഷം പ്രവർത്തകർ സമരത്തിലേക്ക് കടക്കും, അല്ലെങ്കിൽ ആ സമയത്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടാവും. പക്ഷെ ഇപ്പൊ MP-മാരും MLA-മാരും ഒക്കെ ഇരിക്കുകയാണ് ഇങ്ങനൊരു നടപടി. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ചെയ്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ
ആദ്യത്തെ സംഭവമായിരിക്കും. ഏതായാലും അതിന്റെ ബഹുമതിയും പിണറായി വിജയൻ ഇരിക്കട്ടെ. തികച്ചും സമാധാനപരമായിട്ടുള്ള പ്രകടനമാണ് നടന്നത്. മാത്രമല്ല, ഞങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു, ഇത് KPCCയുടെ പരിപാടിയാണ്, ശാന്തമായി നടത്തണം എന്ന് സൂചിപ്പിച്ചാണ്. പക്ഷേ ഞങ്ങള് കെ സുധാകരൻ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മുഖ്യപ്രഭാഷണം VD സതീശൻ നടത്തുമ്പോഴാണ് പെട്ടെന്ന് ഷെല്ല് പൊട്ടിക്കുന്നതും പിന്നെ വെള്ളം ചീറ്റുന്നതും. ഞങ്ങളൊക്കെ സത്യമായ 1 മിനിറ്റ് കൂടെ നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഞാൻ രവേശം ബോധം കിട്ട് വീഴുകയായിരുന്നു. അവസാനം പ്രവർത്തകരാണ് ഞങ്ങളെ കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു വളരെ അവിചാരിതമായിട്ടാണ് ഇത് സംഭവം. ആസൂത്രിതമായ നീക്കമാണ്. ഞങ്ങളവിടെ യോഗത്തിൽ പ്രസംഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സ്റ്റേജിലിരിക്കുന്ന സമയത്താണ് KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു, പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നു. ആ സമയത്താണ് വലിയ തോതിലുള്ള ശബ്ദം കേൾക്കുന്നത്. കെ മുരളി തന്നെ, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂര്, ഹസനെ, ഞങ്ങളെല്ലാം സ്റ്റേജിലിരിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെയാണ് വളരെ വലിയ ശബ്ദത്തിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത്. ഞാൻ വേദിയിലിരിക്കുകയായിരുന്നു. ആ വേദിയിൽ നമ്മളുടെ KPCC അധ്യക്ഷൻ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ 9 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. അടുത്തത് പ്രതിപക്ഷ നേതാവ് എടുത്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു ടിയർ ഗ്യാസ് ഷെൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളുടെ വേദിയുടെ തൊട്ട് പുറകെ. വാട്ടർ ക്യാനനെ അങ്ങനെ അടിക്കുന്നു. കേൾക്കുന്നവരെല്ലാവരും അങ്ങനെ പുറകെ പോകുന്നു. ഞങ്ങളെല്ലാവരും കണ്ണിലും മൂക്കിലും ലങ്സിലും ഒക്കെ ഭയങ്കര എരിയൽ തുടങ്ങുന്നു. നവകേരള സദസ്സിന്റെ ആദ്യ ദിവസം മുതൽ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും കണ്ണൂർ കല്യാശ്ശേരിയിലെത്തിയപ്പോൾ അത് മറ്റു തലത്തിലേക്ക് മാറി. കോൺഗ്രസ് പ്രവർത്തകരെ, പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ, CPM-DI പ്രവർത്തകർ പൂച്ചട്ടി, ഹെൽമറ്റ് ഉപയോഗിച്ച് ആക്രമിക്കാൻ നമ്മൾ കണ്ടു. തുടർന്ന് ഇങ്ങോട്ട് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൊല്ലത്ത് വച്ച് ഇതിന്റെ പ്രതിഷേധത്തിന്റെ മുന്നണിയിലേക്ക് യുവമോർച്ച പ്രവർത്തകരും കടന്നു വന്നു. ഈ നവകേരള സദസ്സിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ യുവമോർച്ചയും തെരുവിൽ സജീവമായി. വലിയ പ്രതിഷേധങ്ങൾക്ക് യുവമോർച്ചയും തയ്യാറായി. ഇന്നും തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ യുവമോർച്ചയുടെ മാർച്ചുണ്ടായിരുന്നു. അവിടെയും വലിയ സംഘർഷമാണ് ഉണ്ടായത്. വിനോദ് ചേരുന്നു. സെക്രട്ടേറിയറ്റ് മുന്നിലെ യുവമോർച്ച മാർച്ചിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യവുമായി. വിനോദ്, എന്താണ് ശരിക്കും ഇന്ന് യുവമോർച്ച മാർച്ചിൽ ഉണ്ടായത്? അവിടെ എന്തായിരുന്നു അവരുടെ ഇന്നത്തെ മുദ്രാവാക്യം? എങ്ങനെയാണ് മാർച്ച് അക്രമത്തിലേക്ക് വഴിമാറിയത്? അരുൺ, നവകേരള യാത്രയ്ക്കെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ്. നേരത്തെ തന്നെ യുവമോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നിരുന്നു ദിവസങ്ങൾക്ക് മുൻപ്. അന്ന് വലിയ തോതിൽ അക്രമാസക്തമായിരുന്നു. ഇന്ന് വീണ്ടും സമാന രീതിയിൽ തന്നെയായിരുന്നു. അത്രയും പ്രവർത്തകർ ഇല്ലായിരുന്നെങ്കിൽ കൂടിയും വലിയ തോതിൽ തന്നെയാണ് യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായത്. പ്രത്യേകിച്ച് ഈ പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു ഇന്ന് യുവമോർച്ച നടത്തിയത്. കഴിഞ്ഞ ദിവസം നവകേരള യാത്ര കാട്ടാക്കടയിൽ നിന്നും തുടങ്ങി ഉച്ചയ്ക്ക് അവിടെ കൂട്ടയടിയാവുന്നു. യൂത്ത് കോൺഗ്രസും DYFIയുമാണ്. തുടർന്ന് പാറശാലയിലേക്കും നെയ്യാറ്റിൻകരയിലേക്കും യാത്രയെത്തി രാത്രിയോടുകൂടി നഗരത്തിൽ പ്രവേശിക്കുന്ന വഴിയിൽ നെയ്യാറ്റിൻകരയിലും പാറശാലയിലും അമരവിളയിലും അതോടൊപ്പം തന്നെ ബാലരാമപുരത്തും നേമത്തും വെള്ളായണിയിലും ഒക്കെയും യുവമോർച്ച അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ഒന്നുകിൽ DYFI പ്രവർത്തകർ ഇതിനെ ചെറുക്കുന്നു, അത് തമ്മിലടിയാകുന്നു, അല്ലെങ്കിൽ പോലീസ് ഇടപെടുന്നു. പോലീസും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ പാറശാലയിൽ തമ്മിലടിക്കുന്നു. പോലീസിന്റെ കയ്യിൽ ലാത്തിയെങ്കിൽ യുവമോർച്ച പ്രവർത്തകരുടെ കയ്യിൽ ദണ്ഡ ഉണ്ടായിരുന്നു. ഈ വടികൾ ഉപയോഗിച്ച് പരസ്പരം പോരടിക്കുന്ന ദൃശ്യങ്ങൾ അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നൽകിയിരുന്നതാണ്. അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇന്നത്തെ സമരപരിപാടിയും ഇവിടെ അരങ്ങേറിയത്. ജലപീരങ്കി ആദ്യം പോലീസ് പ്രയോഗിച്ചു, 2 തവണ അങ്ങനെ പ്രയോഗിച്ചു. പ്രവർത്തകരാകട്ടെ കാറിൽ കൊണ്ടുവന്ന ടയർ ഈ സമര ഗേറ്റിന് മുന്നിലിട്ട് കത്തിച്ചു. ഇന്ന് ഈ പ്രഫുൽ കൃഷ്ണ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ, ഇന്ന് ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നാണ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പ്രസംഗം നടത്തിയത്. അങ്ങനെ വലിയ ആവേശത്തോടെയുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു സമരം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ കൊല്ലം മുതലാണ് യുവമോർച്ച ഈ തരത്തിലേക്ക് സമരത്തിന്റെ രൂപം മാറ്റുന്നത്. ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് എത്തുമ്പോൾ പത്തനംതിട്ട, കൊല്ലം ആ ഒരു മേഖലയിൽ മാത്രമാണ് യുവമോർച്ച ഈ സമരരംഗത്തേക്ക് എത്തുന്നത്. അതിന് തന്നെ ഗവർണർക്കെതിരെയുള്ള നടപടികൾ, ഗവർണർക്കെതിരെ SFIയുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ആ ഒരു പശ്ചാത്തലം കൂടി വന്നപ്പോഴാണ് യുവമോർച്ച ഈ യാത്രയ്ക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. ഏതായിരുന്നാലും അവർ അങ്ങനെ വന്ന ശേഷം
വലിയ തോതിൽ അതിശക്തമായ രീതിയിൽ തന്നെ സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ ഇന്നും ഈ സെക്രട്ടേറിയറ്റിന്റെ വേലി ചാടിക്കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പോലീസ് അത് ചെറുത്തു. കഴിഞ്ഞ മാർച്ചിൽ നിരവധി പോലീസുകാർക്കും പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. അല്പസമയം കൂടി കഴിയുമ്പോൾ പൂജപ്പുരയിൽ വീണ്ടും BJPയുടെ സമരമുണ്ട്. നമുക്കറിയാം, നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ഓഫീസായി പൂജപ്പുര മണ്ഡപമാണ് തിരഞ്ഞെടുത്തത്. അത് തിരഞ്ഞെടുത്തത് മുതൽ BJPയും യുവമോർച്ചയും സമരരംഗത്തുണ്ട്. ക്ഷേത്രവുമായി ചേർന്ന് നിൽക്കുന്ന മണ്ഡപമാണ്. അവിടെ എഴുത്തിനിരുത്ത് പോലുള്ള ചടങ്ങുകൾ മാത്രം നടത്തുന്ന ഒരു സ്ഥലമാണ്. രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇതുവരെ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇടതു പ്രവർത്തകർ, പ്രത്യേകിച്ച് CPM പ്രവർത്തകർ പറയുന്നത് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല, സർക്കാർ നടത്തുന്ന യാത്രയാണ്, ജനക്ഷേമത്തിന് വേണ്ടി നടത്തുന്ന യാത്രയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് അവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നതിൽ തടസ്സമില്ല, നിയമപരമായ പ്രശ്നമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശ്വാസത്തെ ഹനിക്കുന്ന പ്രശ്നമില്ല. മാത്രവുമല്ല, എല്ലാത്തരം ആളുകൾക്കും വന്നു പോകാം, വിശ്വാസികൾക്കടക്കം അവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരിടം എന്ന നിലയ്ക്കാണ്. മാത്രവുമല്ല, നഗരസഭയുടെ കീഴിലുള്ള മണ്ഡപമാണ് എന്ന ഒരു വാദമാണ് ഇടതു പ്രവർത്തകർ ഉയർത്തുന്നത്. പക്ഷേ സരസ്വതി ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്ന മണ്ഡപമാണ്. ശബരിമല തീർത്ഥാടന കാലമായതുകൊണ്ട് തന്നെ കെട്ടുനിറയ്ക്കാനും മറ്റുമൊക്കെയും അവിടെ ആളുകൾ വരുന്നതാണ്. പൂജപ്പുര മണ്ഡപവുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി വരെ പോയതാണ്. ഹൈക്കോടതിയിൽ അവിടെ നഗരസഭയ്ക്ക് അനുകൂലമായ വിധി ഉണ്ടായതാണ്. എന്നിട്ടും ഇന്നും പ്രതിഷേധമുണ്ട്. അതായത് തലസ്ഥാനം ശാന്തമാക്കാൻ പോകുന്നില്ല. ഇത് നവകേരള സദസ്സിന്റെ അവസാന ദിവസമാണ്. നവകേരള സദസ്സ് ഇനി ഉച്ചയ്ക്ക് ശേഷം നേമമണ്ഡലം, അത് പൂജപ്പുര, അതിനുശേഷം കഴക്കൂട്ടം മണ്ഡലം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, അതിനുശേഷം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങൾ, വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിലും യോഗം നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് പൂജപ്പുരയിലേക്ക് ഇത്തരമൊരു മാർച്ച് നടത്തുന്നത്. അതായത് തലസ്ഥാനം വീണ്ടും സംഘർഷബാധിതമായി മാറുന്നു എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അരുൺ. കാരണം യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും, ഈ രണ്ട് യുവജന സംഘടനകളും അതിശക്തമായി ഇപ്പോൾ തന്നെ സർക്കാരിനെതിരെയുണ്ട്, ഈ യാത്രയ്ക്കെതിരെയുണ്ട്, പോലീസ് നടപടികൾക്കെതിരെ നിലപാടെടുക്കുന്നു. DYFI ഇവരെ ചെറുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിശക്തമായി സമരവുമായി രംഗത്തുണ്ട്. ഇതിന് പുറമെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് തന്നെ ഏറ്റവും പോഷക സംഘടനകളോ യുവജന സംഘടനകളോ ആണ് ഇതുവരെയുള്ള സമരമുഖത്ത് നിറഞ്ഞു നിന്നതെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമാണ്. രാവിലത്തെ സമരം അരുണും ഡാനും സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവും MPമാരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ DGP ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നു. അവിടെ സമരം ഒരിക്കലുമില്ലാത്ത തരത്തിലേക്ക് അതിന്റെ നേരിടുന്ന രീതി മാറിപ്പോകുന്നു. അതിനുശേഷം അതിൽ വലിയ വിമർശനം ഉയർന്നു വരുന്നു. യുവമോർച്ചയുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നു. അവിടെയും സമരം തീരുന്നില്ല. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണ് അടുത്ത സമരം. അല്പസമയം കഴിയുമ്പോൾ BJP പ്രവർത്തകർ അവിടേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തും. അവിടെ അതിനെ ചെറുക്കാനാണ് CPMന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ വീണ്ടും കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു നിലയുണ്ടാകും. പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഇരു കൂട്ടരെയും നിയന്ത്രിക്കുക എന്നത്. പല സ്ഥലത്തും പോലീസ് നിയന്ത്രിക്കുന്നു. ഈ നിയന്ത്രണം കൈവിട്ടു പോകുമ്പോൾ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ, അത് ഒരു പക്ഷേ അരുൺ നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് SFIയോ DYFIയോ ഒരു പരിധിവരെ സംരക്ഷിക്കാം. പക്ഷേ കൈവിട്ടു പോകുമ്പോൾ അവരെയും അങ്ങനെ പോലീസിന് ഈ ഭരണ പാർട്ടിയുടെ പോഷക സംഘടനയാണ് എന്ന നിലയ്ക്ക് സംരക്ഷിക്കാനും കഴിയില്ല. പല സ്ഥലത്തും അവർക്കെതിരെയും ബലപ്രയോഗം ഉണ്ടാകുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ, ക്രമസമാധാന നില തകരുമ്പോൾ ഭരണമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കാതെ പോലീസിന് അവരുടെ ബലം പ്രയോഗിക്കേണ്ടി വരും, ലാത്തിയെടുക്കേണ്ടി വരും എന്നതും കൂടി നമ്മൾ കാണുകയാണ്. ഏതായിരുന്നാലും പ്രതിപക്ഷ യുവജന സംഘടനകൾ ബന്ധപ്പെട്ട ഈ യാത്ര എങ്ങനെ പുരോഗമിച്ച് വരുമ്പോൾ സ്വാഭാവികം ഏറ്റവും പ്രതിസന്ധി അത് പോലീസ് തന്നെയാണ്. പോലീസുകാർക്ക് ആരെ അടിക്കണം, ആരെ അടിക്കേണ്ട, ആരെ സംരക്ഷിക്കണം, ആരെ ചേർത്ത് നിർത്തണം എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. ഏതായാലും പോലീസ് വലിയ ജോലി തിരക്കിലാണ്, ജോലി കൂടുതലാണ്. ഇന്ന് തന്നെ ഈ KPCCയുടെ മാർച്ചിൽ വരുമ്പോൾ തന്നെ പോലീസ് വളരെ പെട്ടെന്ന് ഇവിടെ ഒരു കാര്യം തീർന്നു കിട്ടിയാൽ അടുത്തടുത്തേക്ക് പോകാമെന്ന ഒരു തീരുമാനം പോലെ തോന്നി. അതായത് മാർച്ച് അവർ യഥാർത്ഥത്തിൽ കല്ലേറ് നേരത്തെ തുടങ്ങി അവർക്ക് അനുഗ്രഹമാണ്. ഒരുപക്ഷെ അല്ലെങ്കിൽ സമരം ഇനി നീണ്ടുപോകല്ലേ? സാധാരണയായി ഇത്തരം സമരങ്ങൾ തുടങ്ങി 1 മണിയാകാതെ അത് അവസാനിക്കുന്ന ഒരു പതിവില്ല. മാത്രവുമല്ല നേരത്തെ തുടങ്ങുകയും ചെയ്തു KPCC. തീർച്ചയായും അത് ഒരുപക്ഷെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്നതുകൊണ്ടായിരിക്കും. ഇവിടെ നിന്ന് ഈ മാർച്ചിന് നേരെ ഇത്തരത്തിലൊരു കല്ലേറുണ്ടാകുകയും അത് തടയുന്നതിന് വേണ്ടി 2-3 തവണ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വശത്തേക്കായിരുന്നു ജലപീരങ്കി പ്രയോഗം. പക്ഷേ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പിന്നെയും രൂക്ഷമായ രീതിയിൽ വലിയ കല്ലുകൾ പോലീസിന് നേരെ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് പോലീസിന്റെ നടപടി കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ട്. എന്തായാലും ഇന്ന് തന്നെ ശക്തമായ പ്രതിഷേധം
വിവിധ കേന്ദ്രങ്ങളിൽ, അതായത് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വേദിക്ക് സമീപത്തേക്ക് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. പന്തംകൊളുത്തി പ്രകടനം വൈകുന്നേരം മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കാൻ പോവുകയാണ്. തലസ്ഥാന നഗരിയിൽ അതടക്കം വലിയ തരത്തിൽ, അതായത് നവകേരള മാർച്ച് കടന്നു പോകുമ്പോൾ തന്നെ നഗരത്തിൽ പന്തംകൊളുത്തി പ്രകടനം കോൺഗ്രസിന്റെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരുപക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, നവകേരള സദസ്സ് നടക്കുമ്പോൾ അത് വാർത്തയിൽ ഇടം പിടിക്കുന്നതിന് പകരം അതിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളാണ് വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധക്കാരെ നേരിടുന്നതിന് വേണ്ടി പോലീസിന് പുറമെ ഇടത് യുവജന സംഘടനയുടെ പ്രവർത്തകർ കൂടി തെരുവിലിറങ്ങി കമ്പുകളും വടികളുമായി പ്രവർത്തകരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ വലിയ തരത്തിൽ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു. അതിനിടയിൽ കൊല്ലം ജില്ല മുതൽ കണ്ടുപിടുങ്ങിയ കാര്യമാണ് യുവമോർച്ച പ്രവർത്തകർ കൂടി തെരുവിലേക്ക് ഇറങ്ങി. ഇടയ്ക്കൊരു ഹർത്താലും എനിക്ക് തോന്നുന്നു KPC നേതൃത്വം ആലോചിച്ചിരുന്നു ഇന്ന് ഈ പോലീസ് നടപടിക്ക് ശേഷം. അത് ഒരുപക്ഷെ 2 ദിവസങ്ങൾക്കപ്പുറം തിങ്കളാഴ്ച ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രൈസ്തവ സമൂഹം. അതിന്റെ ഒരുക്കങ്ങളൊക്കെ വിവിധയിടങ്ങളിൽ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ റോഡുകളിൽ തെരുവുകളിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കാട്ടാക്കടയിലും കുറ്റിച്ചിലും ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ക്രിസ്മസ് വരുന്നതുകൊണ്ടാണ് ഇത് മാറ്റിവെച്ചെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് വലിയ തരത്തിൽ പൊതുസമൂഹത്തിന്റെ ഒരു വിമർശനം വരുത്തി വെക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും. ആ പശ്ചാത്തലത്തിലാണ് തൽക്കാലത്തേക്ക് 2 ദിവസത്തേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ കടുത്ത ഹർത്താൽ പോലുള്ള പ്രതിഷേധങ്ങളിലേക്ക് 2 ദിവസത്തേക്ക് പോകേണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. പക്ഷേ 2 ദിവസങ്ങൾക്കപ്പുറം പ്രതിഷേധം കടുക്കും. വലിയ തരത്തിലുള്ള തെരുവിലേക്ക് ഇറങ്ങി സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ പോലീസ് നടപടിക്കെതിരെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരാനാണ് സാധ്യത. അതുതന്നെയാണ്, സമരങ്ങൾ അവസാനിക്കില്ല. ഏതായാലും ഈ ക്രിസ്മസ് ആണ്, ക്രിസ്മസ് അവധിയായതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ക്രിസ്മസിന് വേണ്ടി ജനങ്ങൾ തയ്യാറെടുക്കുന്ന സമയമായിട്ട് മാത്രം ഒരു ഹർത്താൽ ഇന്ന് കോൺഗ്രസ് പിന്മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഐശ്വര്യാനും കൂടി നമുക്ക് ചെയ്യുന്ന ഐശ്വര്യം സമര റിപ്പോർട്ടിലൂടെ എങ്ങനെയുണ്ട് ഐശ്വര്യ ഈ പോലീസിന് ജലപീരങ്കിയും കല്ലേറും ഒക്കെ പ്രവർത്തകരുടെ? എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ നമ്മൾ കുറേ നാളായി ഇങ്ങനൊരു സമരം കോൺഗ്രസിന്റെ കണ്ടിട്ട് നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ബാരിക്കേഡിനും ഈ സ്റ്റേജിനും നടുവിലായി ഒരുപാടധികം പ്രവർത്തകർ തടിച്ചുകൂടുന്ന സാഹചര്യം നേരത്തെ ആ പരിപാടി തുടങ്ങിയത് മുതൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഈ പ്രവർത്തകർ കല്ലെറിയുന്ന സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല, നേതാക്കൾക്കൊപ്പം അല്ലെങ്കിൽ മുന്നിലായിരിക്കും. അതെ, അതായത് ഈ നേതാക്കൾ പോയ ശേഷമായിരിക്കും ഇത്തരം സമര പരിപാടികളിലേക്ക് പ്രവർത്തകർ കിടക്കുക. പക്ഷേ ഇത് വളരെ മുൻപ് തന്നെ ഈ നേതാക്കൾ ഇവിടെ എത്തി വേദിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കല്ലേറുണ്ടായി. അവിടെ പലരും ഇടപെട്ട് അത് തടയുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീടും ഈ രീതിയിൽ ഈ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കല്ലേറുണ്ടാകുന്നു. അതിനിടെയാണ് പോലീസ് ആ ഘട്ടത്തിൽ തന്നെ ജലപീരങ്കി പ്രയോഗിക്കും. തുടർച്ചയായി ജലപീരങ്കി മാധ്യമപ്രവർത്തകർ എന്ന സ്ഥലത്തേക്ക് വരികയും കുറച്ച് ആളുകളുടെ ക്യാമറ നഷ്ടമായിട്ടുണ്ട്, കുറെ ആളുകൾക്ക് പരിക്കുണ്ട്, കല്ലേറിലും പരിക്കുണ്ട്, ഈ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പരിക്കുണ്ട് അല്ലേ? അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ബാരിക്കേഡ് ഇവിടെയാണ് സ്ഥാപിച്ചിരുന്നത്. ഈ സൈഡിലായാണ് മാധ്യമപ്രവർത്തകർ നിന്നത്. സാധാരണഗതിയിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ രീതിയിൽ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ ഈ സമരം തുടങ്ങിയ സമയത്ത് ഇവിടെയാണ് മാധ്യമപ്രവർത്തകർ നിന്നത്. അവിടെ തന്നെ കൃത്യമായി ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ മരത്തിന് പിന്നിലായൊക്കെ ഇവിടെ അത്രയും മാധ്യമപ്രവർത്തകരും അവരുടെ ക്യാമറയും ഒക്കെ, അല്ലെങ്കിൽ എല്ലാവരും ക്യാമറയുമായി നിൽക്കുന്ന സ്ഥലം നമ്മൾ മൈക്കുമായൊക്കെ നിൽക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ സൈഡിലേക്ക് കൂടി അവർ ജലപീരങ്കി അടിച്ചു. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെ ഉന്നം വെച്ച് തന്നെയാണോ ആ രീതിയിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് സംശയിക്കത്തക്ക വിധമുള്ള ഒരു പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാത്രമല്ല കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോഴും കൃത്യമായി ഇങ്ങോട്ടാണ് കണ്ണീർ വാതകം പറഞ്ഞത്. ആദ്യം തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനെ തൊട്ടു പിന്നിലായി അവർ കണ്ണീർ വാതകം പറഞ്ഞെങ്കിൽ പിന്നീട് എറിഞ്ഞത് ഇങ്ങോട്ടാണ്. അതായത് കൃത്യമായി മാധ്യമപ്രവർത്തകർ നിന്ന സ്ഥലത്തേക്ക്. ഇവിടെയൊക്കെ ഇപ്പോഴും അതിന്റെ ഒരു പോലീസ് നടപടിയുടെ ജലപീരങ്കിയുടെ ഒക്കെ ഒരു അടയാളങ്ങൾ കാണാം. അതായത് ഒരു ലോട്ടറി തട്ടാണിത്. അതിന്റെ പുറത്തേക്കൊക്കെ ഈ ജലപീരങ്കി വെള്ളം ഭയങ്കരമായിട്ട് ചീറ്റിച്ചിരുന്നു. ഈ ഭാഗത്ത് ഈ ഒരു ചെറിയൊരു തട്ട് കടയാണ്, അന്ന് കട ഇവിടെ ഉണ്ടായില്ല, പക്ഷേ അവിടേക്കും ജലപീരങ്കി പ്രയോഗമുണ്ടായി. ഇതിലേക്ക് കല്ലേറുകൾ ശക്തമായി വന്നു. ഇതിന് പിന്നിൽ പ്രവർത്തകർ മറഞ്ഞു നിന്നു എന്നുള്ളതും നമുക്ക് ഇതുമായി കൂട്ടി വായിക്കേണ്ടത്. ഇതിന്റെ മറവിൽ നിന്നുകൊണ്ട് പോലീസിനെതിരെ കല്ലെറിഞ്ഞു. സ്വാഭാവികമായും സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തകർ ഈ ജലപീരങ്കി പ്രയോഗം ഒരു സുരക്ഷിത സ്ഥലമായി കാണുന്ന ഒരു പ്രദേശമാണ് DGP ഓഫീസ് പാസയും മരവും തട്ടുമൊക്കെ. ഇവിടേക്ക് സാധാരണ പോലീസ് നടപടി ഉണ്ടാകാറില്ല, പക്ഷേ ഇന്ന് അങ്ങനെയുണ്ട്. അത്തരത്തിൽ അതിരൂക്ഷമായ സമരമാണ് ഇന്ന് തലസ്ഥാനത്തുണ്ടായത്. അത്രയധികമുള്ള ശക്തമായ ഒരു പോലീസ് നടപടിയാണെന്ന് തലസ്ഥാനത്തുണ്ടായത്. ഇന്ന് 3 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ സംഘർഷം തുടർക്കഥയായിട്ട് ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വന്നു. ഇന്നലെ KSUവിന്റെ പ്രതിഷേധം ഇവിടെ മുട്ടയടക്കമുള്ള മുട്ടയിൽ ഗോലിയും ഒക്കെ ആയിട്ട് പോലീസിനെ നേരിടുന്ന സംഭവം കഴിഞ്ഞ ദിവസമുണ്ടായി. ഇപ്പോൾ കോൺഗ്രസിന്റെ മാർച്ച് ഇത്തരത്തിൽ വരുന്നു. അങ്ങനെ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാവുകയാണ്. കഴിഞ്ഞ നവംബർ 17-ന് മഞ്ചേശ്വരത്തെ പൈവെടുകയിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ്, മുഖ്യമന്ത്രി മന്ത്രിമാരുടെ നവകേരള യാത്ര തലസ്ഥാനത്തെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു തെരുവ് യുദ്ധമായി മാറുകയാണ്. ഒരു വഴി
ഒരു മുഖ്യമന്ത്രി മന്ത്രിമാർ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം, അതിനപ്പുറത്തേക്ക് അടി കൊണ്ട് മടുത്ത പ്രതിപക്ഷത്തിന്റെ തിരിച്ചടി, ആ തിരിച്ചടിക്കാൻ എത്തുന്നവർ വീണ്ടും അടിച്ചുകൊണ്ടുള്ള ഭരണപക്ഷത്തിന്റെ തുടരാക്രമണങ്ങൾ, യുവമോർച്ചയുടെ രംഗപ്രവേശം, ഇന്ന് BJPയുടെ മാർച്ച്, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം കേരള രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള കാഴ്ചകളിലേക്ക് അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയം മാറുകയാണ്. അടിയും തിരിച്ചടിയും ഇത്തരത്തിലുള്ള കടുത്ത പ്രതിഷേധ പ്രകടനങ്ങളുമായി മാറുകയാണ്. ഏതായാലും ഇനിയും അത്തരത്തിലുള്ള കാഴ്ച നമ്മൾ കാണേണ്ടി വരും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം പറയണം. അതിനെ ഏത് തരത്തിൽ വേണം പറയാൻ എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ആക്രമണം പ്രതീക്ഷിക്കല്ലേ താൻ? അല്ലെ, ഞാൻ അത് സൂചിപ്പിക്കുന്നതിന് മുമ്പ് ഈ ക്യാമറ ദയവായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം, അതായത് കണ്ടോ ഈ മണ്ണ് പതിച്ചതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരെ അടക്കുന്നത്. ഇതുപോലെയാണ് എല്ലാവരും ഇരിക്കുന്നത്. കാരണം മണ്ണിപ്പോഴും കാലിൽ നിന്ന് പോയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. അപ്പോൾ സാധാരണയായി നമ്മൾ അത്തരം കാര്യങ്ങളിൽ മാറി നിൽക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ ഇത്തവണ നമ്മുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് പോലീസിന്റെ നടപടികൾ അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് കൂടി പരിക്കേൽക്കുന്ന തരത്തിലേക്ക്, ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്ന തരത്തിലേക്കൊക്കെ നീങ്ങിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കലങ്ങി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെന്നൊക്കെ വാക്കുകളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് വെർബലി അക്ഷരാർത്ഥത്തിൽ കൃത്യമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉടലെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് DGP ഓഫീസിലേക്ക് നടന്ന മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിക്ക് സമീപത്തേക്ക് വന്ന ടിയർ ഗ്യാസ് ആണ്. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് എങ്ങനെ ചെറുക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതുതന്നെയാണ്. ഇതുകൊണ്ടൊന്നും പ്രതിഷേധം അവസാനിക്കുന്നില്ല. തലസ്ഥാനവാസികൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ ഇനിയും കാത്തിരിക്കണം. വിനോദ്, ഏതായാലും വൈകുന്നേരം 3 മണ്ഡലങ്ങളിൽ കൂടി നവകേരള സദസ്, 4 മണ്ഡലങ്ങളിൽ കൂടി നവകേരള സദസ് നടക്കാനുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളുമായി പോകുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കുണ്ടാകും. നഗരവാസികൾ ഇന്ന് രാത്രി വരെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതാണ്, എവിടെയൊക്കെയാണ് അവർക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുന്നത്, എവിടെയൊക്കെയാണ് അവർക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നതും കഴിയാത്തതും? അരുൺ, നമുക്ക് പറയാൻ കഴിയുന്നത് ജോലി സ്ഥലത്തു നിന്നൊക്കെയും വീടുകളിലേക്ക് പോകാനുണ്ടെങ്കിൽ അവർ കുഴപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ, ഈ മണ്ഡലങ്ങൾ നമുക്കറിയാം, ഈ മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രകൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതുവഴിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് എത്തുക എന്നതാണ് പറയാനുള്ളത്. കാരണം ഗതാഗത കുരുക്കുണ്ടാകും, അപ്രതീക്ഷിതമായ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ടാകും, ലാത്തിചാർജും അങ്ങനെയുള്ള സംഗതികളൊക്കെയും ഉണ്ടാകും. സാധാരണ ജനങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥിരമായി നിൽക്കുന്നതുകൊണ്ടും ഈ സമരങ്ങൾ കാണുന്നതുകൊണ്ടും വലിയ പ്രശ്നമില്ല. പക്ഷേ തങ്ങളുടെ വീട്ടുമുമ്പിൽ കൂട്ടയാടി നടക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക്, അല്ലെങ്കിൽ വഴി നടന്നു പോകുന്ന ആളുകൾക്ക് അമ്പരപ്പിനും അത്ഭുതത്തിനും അപ്പുറം ഭയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കമ്പും വടിയുമൊക്കെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ തല്ലുകിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകൾ ജാഗരൂകരാകുക എന്നത് തന്നെയാണ് പറയാനുള്ളത്. ഏതായിരുന്നാലും ഈ യാത്ര തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞത് മുതൽ കേരളം കണ്ടത് അടിയും തിരിച്ചടിയും അതിനുള്ള മറുപടി അടിയും അതിന് ഉത്തരം നൽകിയുള്ള വീണ്ടും അടിയും ഒക്കെയുമാണ്. ഏതായിരുന്നാലും ഒരു നേരത്തെ പറഞ്ഞു നാട്ടുകാർ തന്നെ സ്വയം പ്രതിരോധം തീർക്കേണ്ടി വരും. അവർ സ്വയം തടി രക്ഷിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇന്ന് രാത്രി വരെയെങ്കിലും അധികം പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ പൂജപ്പുരയിൽ BJPയുടെ മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പൂജപ്പുര BJPക്കും CPM-നും ഒരുപോലെ ശക്തിയുള്ള മേഖലയാണ്. അവിടെ എന്ത് സംഭവിക്കാത്ത കാര്യങ്ങൾ മാറുന്നു. പൂജപ്പുരയിൽ BJPയുടെ മാർച്ച് ആരംഭിക്കുന്നു. ഏതായാലും സ്പോട്ട് ലൈവ് ഇവിടെ അവസാനിക്കുന്നു.